ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ കൊണ്ടൊന്ന് വൈറലാകുന്നുണ്ടല്ലോ. തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്ന അർത്ഥത്തിൽ നിമിഷയുടെ സ്റ്റേറ്റ്മെന്റ് നിമിഷ ഇത് അന്ന് പറഞ്ഞ സമയത്ത് മീഡിയക്കാരിത് വൈറലാക്കിയതും ഞാൻ അന്ന് കണ്ടിരുന്നു. മീഡിയക്കാരുടെ അത് വൈറലാക്കാനുള്ള എഫേർട്ടും ഞാൻ അന്ന് കണ്ടിരുന്നു. തിരിച്ചതുപോലെ നടക്കുന്നു. എനിക്കൊട്ടും സുഖമില്ല. നിമിഷ ഇത് കാരണം വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്കോ എൻ്റെ അച്ഛനോ ഒട്ടും സന്തോഷം കൂടുതൽ തരുന്നില്ല. നിമിഷയ്ക്ക് പക്ഷേ അന്നത് പറഞ്ഞപ്പോൾ ചിലപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കാം. അത് രണ്ട് വ്യക്തികളുടെ വ്യത്യസ്തമായ പെർസെപ്ഷനും മനസ്സും. എൻ്റെ അച്ഛൻ അതുകൊണ്ട് നിമിഷയെ വെറുപ്പിക്കുകയോ അല്ലെങ്കിൽ മോശം സംസാരിക്കുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. പക്ഷേ നിമിഷയ്ക്ക് അങ്ങനെ പറയാൻ തോന്നില്ല. ഇന്ന് തിരിച്ച് നിമിഷയ്ക്കെതിരെ ഈ വീഡിയോസ് വരുമ്പോഴും എൻ്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതോ അത് കണ്ടതുകൊണ്ട് സന്തോഷിക്കുന്നതോ ഒന്നുമില്ല. ശരിക്കും എന്തിനാ ആൾക്കാർക്ക് ആ കുട്ടിയെ കൂടെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എൻ്റെ അച്ഛൻ്റെ ചോദ്യം. മനസ്സിലായില്ല. അപ്പം ഇങ്ങനത്തെ ഒരു ഹാവക്കിലാണ് നമ്മുടെ മീഡിയാസ് നമ്മുടെ ഹ്യൂമൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടും പോകുന്നതെന്ന് എനിക്ക് കഴിഞ്ഞ കുറേ നാളുകളായിട്ട്